ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ബെഡ്റൂമിലുള്ള കുറേ സാധനങ്ങൾ, തുണികളൊക്കെ കുറേ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതും കളയാനുള്ളതും അങ്ങനെ എല്ലാം മാറ്റി കുറേ അലങ്കോലങ്ങളൊക്കെ ഓരോന്നായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. വീട് പണി കഴിയാനും വേണ്ടിയിട്ട് കാത്തു നിന്നൊന്നും നടക്കില്ല എന്ന് മനസ്സിലായിട്ടോ. പിന്നെ അതേ സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള കല്ല്, മണ്ണ് കാര്യങ്ങളൊക്കെ വന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ സൈഡ് കോൺക്രീറ്റ്. പിന്നെ ഇതേ ഇന്നത്തെ ദിവസമെങ്കിലും ഈ ഒരു നമ്മുടെ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നില്ലേ, അത് 4 മാസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പണ്ടത്തെ പോലെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓരോ ദിവസവും ഞാൻ പറയും ഇതെന്തെങ്കിലും മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ തന്നെ ഇറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പുറത്ത് വരും എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ തന്നെ ഓരോന്നായിട്ട് മാറ്റി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാണ് കേട്ടോ. നല്ല ഡസ്റ്റാണ്, മക്കൾക്കൊക്കെ ഇരിക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തകർന്നു പോയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത്. അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു വീട് പണി കഴിയുമ്പോഴേക്കും എന്താണ് ഈ തകർച്ച എന്ന് തോന്നും. പക്ഷെ നമ്മുടെ വീഡിയോ പ്രോപ്പറായിട്ട് ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് പണി ചെയ്ത് ശീലമുള്ളവർക്കും അതിൻ്റെ എക്സ്ട്രീം ലെവൽ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ പറയുന്ന പോലെ നമ്മളൊരു സാധാരണ ഒരു വീടും അല്ലല്ലോ, ഈ വീടും വീട്ടുകാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ എടുക്കുന്നതും. പിന്നെ പോരാത്തിന് ചെറിയ കുട്ടികളുള്ള വീടാകുമ്പോൾ അത് ബുദ്ധിമുട്ട് അറിയുന്നവർക്ക് അതിൻ്റെ ആ ഒരു പ്രയാസം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചിലരൊക്കെ പറഞ്ഞു, പൈസ ഉള്ളവരിങ്ങനെ വീടിൻ്റെ ഇതൊക്കെ മാറ്റും, അഹങ്കാരമാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അതൊന്നും അല്ല കേട്ടോ. നമുക്ക് പൈസ എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും വെറുതെ ഇരുന്നാൽ കിട്ടുന്നതല്ല. നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാശൊക്കെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കിട്ടുന്ന കാശ് വെറുതെ പൈസ കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും ചിലവാക്കൂലല്ലോ, വീട് പണി എടുക്കൂലല്ലോ. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഓരോന്നായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെയുള്ള വിശേഷങ്ങളായിരിക്കും ഇനി ഒരു 2-3 വീഡിയോസിൽ ഇടാമെന്ന് വിചാരിക്കണോ, ഉറപ്പില്ല കേട്ടോ. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എപ്പോൾ എങ്ങനത്തെ വീഡിയോ ഇടുന്നുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ ഫ്രണ്ടിൽ പോയിട്ട് സാധനങ്ങൾ ഇങ്ങനെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ച്, പിന്നെ അതിന് ശേഷം റൂമിലേക്ക് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചു, കുട്ടികൾക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ ഞാൻ പണി തുടങ്ങിയപ്പോൾ പിന്നെ മെല്ലെ വേറെ വഴിയില്ലാണ്ട് ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. പിന്നെ സൈഡിൽ ഇടാനുള്ള ടൈൽസ് കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ നമ്മൾ മുകളിൽ ഒരു സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഓരോന്നായിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. ഒരാളുടെ ഹെൽപ്പിന് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വെയിറ്റുള്ള കാര്യങ്ങളൊക്കെ തൂക്കാനും എടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെയെന്ന് പറയുമ്പോൾ തകർന്നു പോകാൻ വേറെ കുറേ കാരണങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ കോൺട്രാക്ടർ കൊടുത്ത പൈസയൊക്കെ കൊടുത്തിട്ട് ആകെ പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഈ പണി തുടങ്ങിയിട്ട് എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ? ജനുവരി ലാസ്റ്റ് തുടങ്ങിയതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5-ാം മാസമായില്ലേ, മെയ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ടും തീരുന്നില്ല. ഒരു മാസം മുമ്പ് പറഞ്ഞാണ് ഒരാഴ്ചയിൽ തീരുന്നു. ഞാൻ നോക്കിയ സമയത്ത് തീരുന്ന കണക്കൊന്നും കാണാനില്ല. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള കുറേ പണികൾ നമ്മൾ വേറെ കൂലിക്ക് ആളെ വെച്ചിട്ട് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൂലിക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത് അതിനേക്കാളും വലിയ കഷ്ടമാണ് കേട്ടോ. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും പണിക്കാരെ കിട്ടാന്ന് പറഞ്ഞത് ചില്ലറ പരിപാടിയൊന്നും അല്ല. നമ്മുടെ ബേബീനെ ഹയാൻകുട്ടൻ്റെ ഒന്ന് തൊട്ടിലിടാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ പണിയെടുത്ത് ക്ഷീണിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് പോയിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആയ പോലെ നമുക്കൊന്ന് ഫീലാവും. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോയി കുളിക്കാനും പറ്റില്ലല്ലോ. ഇപ്രാവശ്യം നല്ല പണിയുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും പുറത്ത് വന്നിട്ട് പണിക്കാരൊക്കെ വന്നിട്ടുണ്ടേ. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിതേ നല്ല പിമ്പിൾസൊക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓയിലി സ്കിൻ ആയതുകൊണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം തന്നെ ഫേസ് വാഷ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ നന്നായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ സെബം കൂടുതൽ ഉണ്ടാക്കാനും വീണ്ടും സ്കിൻ ഓയിലി ആക്കാനും സ്കിന്നിന് ഭയങ്കര ഡൾനെസ് ഉണ്ടാക്കാനും ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാനും ഒക്കെ കാരണമാവും. ഈ സമയത്താണ് എൻ്റെ അമ്മ പറഞ്ഞത് ഓർമ്മ വന്നത്. ഇതേ കണ്ടില്ല, നന്നായിട്ട് ഓയിൽ ഉണ്ട് കേട്ടോ ഫേസിൽ. നമ്മൾ മുൾട്ടാണിയും മിട്ടിയും പിന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അമ്മ പറയായിരുന്നു. അതന്നെ ഞാനിപ്പോൾ കുട്ടിക്കും പറഞ്ഞു കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കൂലേ. ഇതുപോലെ ഇതൊക്കെ മിക്സ് ചെയ്ത് തേക്കുന്ന ടൈമും വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും മടിയാണ്, എൻ്റെ മോൾക്കും മടിയാണ് കേട്ടോ.
ഡെയിലി ഇതൊക്കെ മിക്സ് ചെയ്ത് തേക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ സമയത്താണ് എനിക്ക് കിട്ടിയത് മാമാഅർത്തിന്റെ മുൾട്ടാനി മിട്ടി ഫേസ് വാഷ്. ഇതിൽ വന്നിട്ട് മുൾട്ടാനി മിട്ടിയും ബൾഗേറിയൻ റോസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്, നിയാസിനമൈഡ്, പിന്നെ വൈറ്റമിൻ ഇ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. അപ്പൊ നമുക്ക് ഒരു സൈഡ് നോർമൽ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന മുൾട്ടാനി മിട്ടിയും നമുക്ക് ഈ മാമാഅർത്തിന്റെ മുൾട്ടാനി മിട്ടിയും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ് വ്യത്യാസം എന്നുള്ളത്. നമ്മുടെ മുൾട്ടാനി മിട്ടി നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലിനൊക്കെ അബ്സോർബ് ചെയ്യും, അതുപോലെ ആക്നെക്കെതിരെ ഫൈറ്റ് ചെയ്യും. പിന്നെ ബൾഗേറിയൻ റോസ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ട്സ് ഹൈഡ്രേഷൻ ആൻഡ് സേവ് സ്കിൻ ഫ്രം ഓവർ ഡ്രൈ ആവാതെ നമുക്ക് നിലനിർത്തി തരും. അതേപോലെ നമ്മുടെ മാമാഅർത്തിന്റെ മുൾട്ടാനി മിട്ടി ഫേസ് വാഷിൽ നിയാസിനമൈഡ് ഉണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിന്റെ ടോൺ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസേഷൻ ലോക്ക് ചെയ്ത് സ്കിൻ ടോൺ നന്നാക്കുന്നുണ്ട് കേട്ടോ. വൈറ്റമിൻ ഇ ഇത് വന്നിട്ട് നോൺ ഡ്രൈയിങ് ഫോർമുലയാണ്. പിന്നെ അതുപോലെ ഡെയിലി യൂസിന് സേഫ് ആണ്, സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ ആണ്, നോ പാരബൻ, നോ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെയല്ല, നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊന്നും അല്ലാതെ നമുക്ക് ഡെയിലി യൂസിന് കൺവീനിയന്റ് ആണ്, റെഡി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. മടിയുള്ളവർക്കൊക്കെ ഇതായിരിക്കും കേട്ടോ ബെസ്റ്റ്. മാമാഅർത്തിന്റെ മുൾട്ടാനി മിട്ടി ഫേസ് വാഷ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ വാഷ് ചെയ്ത് കളയുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ആക്നേസ്, ബ്ലെമിഷസ്, പിന്നെ അതുപോലെ അത് നീക്കം ചെയ്യും. പിന്നെ അതുപോലെ സ്കിൻ ടോൺ ഈവൺ ആക്കി നിലനിർത്തും. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു റിഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നും. സ്കിന്നിനൊരു റീജനുവേറ്റ് തന്നെയാണ് കേട്ടോ. അതേ കണ്ടില്ലേ, ഓവർ ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ ഒന്നും തന്നെ ഇപ്പൊ നമ്മുടെ ഫേസിലില്ല. ഇത് നിങ്ങൾക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇവർക്ക് ഈ ഒരു ഫേസ് വാഷിന് പുറമെ ഇനി ഒരു പ്രൊഡക്റ്റും കൂടിയുണ്ട്. ഇതേ മാമാഅർത്തിന്റെ മുൾട്ടാനി മിട്ടി ഫേസ് പാക്ക് ആണ്, നമുക്ക് റെഡി ടു യൂസ് ആണ്. ഡെയിലി നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കലക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു സെയിം ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. മാമാഅർത്തിന്റെ ഈ രണ്ട് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാം. മാമാഅർത്തിന്റെ പ്രൊഡക്റ്റ് അവരുടെ സൈറ്റിലും ആപ്പിലും അതുപോലെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ഇതിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. അതേപോലെ അവരിപ്പോൾ ഓഫ്ലൈനിലും കൊടുക്കുന്നുണ്ട്. ഷോപ്പിലൊക്കെ കണ്ട എന്നെ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ വാങ്ങുന്ന സമയത്ത് എന്റെ കൂപ്പൺ കോഡായ സിലു 2023 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാമാഅർത്തിന്റെ പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീ നടണം എന്നുള്ളതാണ് അവരുടെ എയിം. അപ്പൊ നമ്മൾ വാങ്ങുന്ന ഓരോ ഇതിനും അവർ ഓരോ ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളും കൂടെ വാങ്ങിയതിന് തുല്യമാണ് കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും അവിടുത്തെ സിമന്റ് ചാക്കുകളൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റി പിന്നെ നമുക്ക് കാർ പോർച്ചിലേക്ക് ഇടാനുള്ള ടൈൽസുകളും എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീപ്പോയൊക്കെ നല്ലൊരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷൂറാക്കാണ്, അതും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഞാനിത് തലേദിവസം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ പിന്നെ ഇക്ക ചീത്ത പറഞ്ഞു, ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും ചെയ്യുന്നില്ല ആൾക്കാരും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കൂടെ ജീവിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലല്ലേ എല്ലാം സ്പീഡിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ എല്ലാവരും കൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിൽ ചെയ്തതാണ്. അല്ലാതെ ഇപ്പം ഞാൻ വെറുതെ ഇരുന്നു എന്ന് വെച്ചോ, അത് അവിടെ തന്നെ കിടക്കുള്ളൂ. അത് എത്ര ദിവസം കഴിഞ്ഞാലും എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ സ്പീഡായിട്ട്, അതായത് പണിക്കാരെ വെച്ചാലും പെട്ടെന്ന് ഞാനും കൂടെ നിന്നിട്ട് നോക്കി നിൽക്കാതെ ചെയ്യാൻ തോന്നും. അതുകൊണ്ട് അങ്ങനെ കൂടെ നിൽക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഡസ്റ്റ് അലർജി ഉള്ള ഒരാളാണ്, ചെറുതെന്ന് തന്നെ കേട്ടോ. പക്ഷെ ഞാനതൊന്നും വക വെക്കാറില്ല. കാരണം വക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടൂല. പിന്നെ നമുക്ക് പണിക്കാരെ നമ്മൾ വെച്ചാലും അവരെ കൂടെ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്കും കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ, പെട്ടെന്ന് ചെയ്യാനും വേണ്ടിയിട്ട്. നമ്മൾ വീട്ടുകാർ തന്നെ ചെയ്യുന്നല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ അവരും കൂടെ നമ്മളെ ഒന്നും കൂടെ ഫാസ്റ്റ് ആക്കിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർക്കും ഒരു സന്തോഷമാവുമല്ലോ, അവർക്ക് കുറച്ച് റിസ്ക് കുറയുമല്ലോ. അപ്പോൾ അതേ ഞാൻ ഏകദേശം സാധനങ്ങളും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷീറ്റ് വന്നിട്ട് നമ്മൾ പണി തുടങ്ങി ഒരു 2 മാസം എന്തോ കഴിഞ്ഞിട്ടാണ് വിരിച്ചത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് ഫുള്ള് 3 സെക്ഷൻ ടൈലും നാശമായി നശിപ്പിച്ച് വെച്ച് ഞാൻ ഡെയിലി ഇങ്ങനെ വിഷമം പറഞ്ഞ് കാര്യം ഇങ്ങനെ പണിക്കാർ ചവിട്ടി കയറുമ്പോൾ ടൈൽസ് കേട് വരുന്നൊക്കെ ഇനി അതും കൂടെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതും ചിലവല്ലേ, എന്തെങ്കിലും പൈസ അല്ല എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ താഴത്തെ സാധനം വിരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സാധനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അവിടുത്തെ ടൈൽസിൻ്റെ അവസ്ഥ. ഭയങ്കര സങ്കടമായിട്ടൊന്നല്ല രാത്രി അത് കഴുകി വിടുമ്പോഴൊക്കെ
പിന്നെ ഇതേ സൈഡിൽ സിമെൻ്റൊക്കെ വെച്ച അവിടെ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് പിടിച്ച പോലെ പല ഭാഗത്തും ഇങ്ങനെ കട്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മറ്റേ ഷീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള അവസ്ഥ ഒക്കെ ഒരു പഞ്ഞിമെത്ത പോലെ അവിടെ മൊത്തം ഡസ്റ്റ്. അതായത് ഈ ഡസ്റ്റിൻ്റെ ഈ പ്രശ്നമല്ലേ, എനിക്ക് അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പണി ചെയ്യുന്ന ആവേശത്തിൽ എനിക്ക് മനസ്സിലായില്ല. രാത്രി എനിക്ക് ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടലും തൊണ്ടയിലില്ലേ ഈ ഡസ്റ്റ് മൊത്തം തൊണ്ടയിൽ കയറി കൂടിയിട്ട് ചുമ നിൽക്കാതെ വരലും. ഞാൻ വിചാരിച്ചു പഠിച്ചോനെ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഓരോരുത്തർ ഈ ശ്വാസതടസ്സം ഒന്നും മരിക്കാന്നൊക്കെ പറയില്ല. അങ്ങനെ അത്രയും എനിക്ക് ബുദ്ധിമുട്ടായി. കാരണം ഈ ഇത് ഡസ്റ്റാണ്, പൊടിയെന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളും നൈസ് സംഭവം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്നത് ബേബിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്ന് പറഞ്ഞിട്ട് വാതിലൊക്കെ അടച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഹയാനെയും ബേബീനെയും ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാനും വേണ്ടി മാത്രം റൺകുട്ടി വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല ഡസ്റ്റ് അലർജി അല്ലേ, കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ലേ. എത്രയും പെട്ടെന്ന് ഈ സംഭവം ഇവിടെ നിന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇനിയും പിടിച്ചെടുക്കാൻ പറ്റും തോന്നുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ സമയത്തൊന്നും ആയിരിക്കില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതെല്ലാം കൂടെ എന്തെങ്കിലും വരിക. എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട് കേട്ടോ, മക്കൾക്ക് എന്തെങ്കിലും ആവുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു ടെൻഷനൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് പണി തീർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ പൈസ കൊടുത്തത്. അതെനിക്ക് ശരിക്കും നല്ല പണി കിട്ടി. ഒരു കാര്യം എല്ലാവരും കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ പഠിച്ചൊരു കാര്യം എല്ലാവരും ചെയ്യുന്നതിനാണ്, എൻ്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ കൊടുത്താണോ എന്നുള്ള അറിയില്ല. അവരെ സന്തോഷിപ്പിക്കാനും പൈസ വേഗം കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു പരിപാടി പണി വേഗം ചെയ്യും എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. നേരത്തെ കാലത്തെ കൂട്ടി ആരും വലിയ എമൗണ്ടുകൾ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പൈസ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവർ ഡിലേ ആക്കും. ഓരോന്നും നീട്ടി വലിച്ചിട്ട് ചിലപ്പോൾ ചെയ്തു പോലും തരൂല. ആ ഒരു അവസ്ഥയാണ് കേട്ടോ എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരുപാട് വിഷമിച്ചു, ഒരുപാട് കരഞ്ഞ ദിവസങ്ങളാണ് ശരിക്കും കടന്നു പോയിട്ടുള്ളത്. ഇങ്ങനെ പൈസ പെട്ടിട്ട് പണികൾ നീട്ടിക്കൊണ്ടുപോകും. പിന്നെ ഒന്നാമത് നമ്മൾ പുറമേ നിന്നുള്ള ആരെടുത്തുനിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആവുക. അവർ വേഗം ചെയ്തു തരും, ഇവർ വേഗം ചെയ്തു തരും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെ പണി ഒരുപാട് നീണ്ടുപോയി, മക്കൾക്കും വയ്യാണ്ടായി, ഞാനും അവിടെ ഇവിടെയും ഒക്കെ പെട്ടിട്ട് അങ്ങനെ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തകർന്നു പോയെന്ന് പറയുന്നത്. തകർച്ചയല്ല, അതിൻ്റെ അപ്പുറം മാനസികമായിട്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു ഡിപ്രഷനിലേക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നാഗവല്യാകും. അതായത് അത്രയും ദേഷ്യം വന്ന് തെറിച്ചിങ്ങനെ കാര്യമൊക്കെ ചെയ്യും. കാര്യമൊന്നും ഇല്ലയെന്ന് മനസ്സിലായിപ്പോൾ ഞാനിപ്പോൾ ശാന്തിയായി. പിന്നെ ആ പണികൾ അത്രയും കുറേശ്ശൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു 4 മണി ആയപ്പോഴാണ് നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയത്. ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ സമയത്ത് ബേബിക്ക് കുറുക്കുണ്ടാക്കി അവൾക്ക് കൊടുത്ത് പിന്നെ അതിന് ശേഷം തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഇച്ചുമോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ അസ്രസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മഹരി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് കിച്ചണിലേക്ക് കയറി നോക്കി. നമ്മുടെ അടുപ്പൊക്കെ വെച്ച് നോക്കിയതാണ് കേട്ടോ. പഴയ അടുപ്പ് തന്നെയാണ് വെക്കുന്നത്. പുതിയ അടുപ്പ് നമ്മൾ നോക്കി, പക്ഷെ അത് സെറ്റായില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതെന്താ കാരണം എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ പിന്നീടുള്ള കിച്ചൺ കാണിക്കുമ്പോൾ വീഡിയോയിൽ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നാനോവൈറ്റാണ് നമ്മൾ ഇട്ടത്. ബാക്കിൽ നിങ്ങൾക്ക് ടൈൽസ് കണ്ടിട്ടുണ്ടാവൂലേ. ഇഷ്ടമായാലും പറയണം കേട്ടോ. അപ്പം തൊണ്ട ഇങ്ങനെ പൊടിയൊക്കെ തട്ടിക്കൊണ്ടൊരു കിച്ചിച്ചുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ നാനോവൈറ്റിൽ മൊത്തം പൊടിയാണ്. ഇവിടെ പെയിൻ്റ് അടിക്കുകയാണല്ലോ. പെയിൻ്റ് അടി എന്ന് പറയുമ്പോൾ PU പെയിൻ്റാണ്, PU പെയിൻറ്റ് ഫിനിഷിലാണ് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ളും അവരിങ്ങനെ ചിരണ്ടിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വീഴും. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, ഇതിൽ സ്ക്രാച്ച് വീഴുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ആ വയറ് കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു, എനിക്ക് നന്നായിട്ട് ഈ ഇടയ്ക്ക് ഒന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ചുമരിലിങ്ങനെ വയറിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ പോയി ചാരി നിന്ന് എൻ്റെ ബോഡി മൊത്തം ഒന്നായി ഗൈസ്. അങ്ങനെ ഞാൻ ഷോക്ക് അടിച്ച് തെറിച്ചൊന്നുമില്ല, ഒന്ന് ഫ്രണ്ടിലൊക്കെ പെട്ടെന്ന് ഒന്നിങ്ങനെ നീങ്ങി, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇടയിൽ നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നാനോവൈറ്റ് ഇപ്പോൾ കാണാനൊക്കെ നല്ല ഗ്ലാസ് ഫിനിഷിലൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ല, അതിൽ ഇവർ പെയിൻ്റ് ആക്കിയിരിക്കുന്നത് നമ്മുടെ മുതലിന് നമുക്ക് മാത്രമേ വില ഉണ്ടാവുള്ളൂ, പണിക്കാർ മൊത്തം നശിപ്പിക്കും. ഇതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അത് അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ അത് വേറെ എന്തെങ്കിലും കൊണ്ട് തുടച്ചെടുക്കണം. പിന്നെ രാത്രി ഒരു മണി ആയ സമയത്ത് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ വെള്ളം, അതായത് നമുക്ക് പൊടി ഭയങ്കര ഡിസ്റ്റർബ് ആയില്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ തൊട്ട് മുമ്പ് മൊത്തത്തിൽ ആകെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ശ്വാസം മുട്ടി മരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട്, രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അമ്മയൊക്കെ പറഞ്ഞു അവിടെ കിടന്നാൽ മതി, ഇന്ന് ഇവിടെ കിടക്കണ്ട. റാനക്കുട്ടിയും പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റില്ല, അത്രത്തോളം ഡസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യാനുണ്ട്, ഈ വീഡിയോ കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്, ഇവിടെ വന്നാലേ നടക്കുള്ളൂ, വൈഫൈ അവിടെ ഇല്ലല്ലോ അമ്മാൻ്റെ അവിടെ.
അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ശരി രാത്രി തന്നെ കഴുകി ഇവിടെ 1 മണിയായിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ കഴുകി വിട്ടതിന് ശേഷം പോയി കുളിച്ച് ഫ്രഷായിട്ട് കിടന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൊത്തത്തിൽ വെള്ളമാക്കിയിട്ട് ചെയ്തു. അപ്പോൾ പിന്നെ അങ്ങനെ പൊടി വന്നില്ല. ഇതേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒരു 2 സെക്ഷൻ ഏകദേശം ഒരു 3 സെക്ഷൻ ടൈൽസ് മൊത്തം നാശമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ വിഷമമാണ്. ഇനി ഇത്രയും പൈസ വീണ്ടും നമ്മൾ അതിനും വേണ്ടി ചിലവാക്കി ഇതൊക്കെ മാറ്റണ്ടേ. അപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ വീട് പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യണം. വരുന്നവർ അവർ സൂക്ഷിക്കും അല്ലെങ്കിൽ നടക്കുന്നവർ സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ കൂടെ ഉള്ളവർ നമ്മൾ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നതുകൊണ്ട് കാത്തിരുന്നിട്ടും കാര്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് കിട്ടിയ പോലെ പണി കിട്ടും. 3 സെക്ഷൻ ടൈൽ മൊത്തം അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയി ഭയങ്കര ഹാർഡായി, അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു മോപ്പ് കൊണ്ട് വെള്ളം ഒക്കെ ഒന്ന് കളയാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിൽ ഫെയിലായി. അത് ശരിക്കും വെള്ളം പോകുന്നുമില്ല, നമ്മൾ വീഴാൻ പോണ പോലെ തോന്നി. അപ്പോൾ പിന്നെ നമ്മുടെ നാടൻ രീതിയിലേക്ക് ഞാൻ തിരിഞ്ഞു. നമ്മുടെ സാധാ ചൂലില്ലേ തെങ്ങിൻ്റെ, ആ ചൂലെടുത്തിട്ട് പിന്നെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. ഈ സൈഡ് അങ്ങനെ സ്ക്രാച്ചൊന്നും ആവില്ല, ഫ്രഷ് ചൂലാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഭാഗമൊക്കെ ഇങ്ങനെ വെള്ളം കളയാനും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തു. പിന്നെ അപ്പുറത്ത് കുറച്ച് ഞാനൊന്ന് ബലം പിടിച്ചിട്ടൊക്കെ ഒന്ന് ചുരണ്ടിയൊക്കെ നോക്കിയിട്ടോ വരുമോ എന്നുള്ളത്. പിന്നെ ആസിഡ് വാഷ് ചെയ്താൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ടൈൽസിൻ്റെ ഒരു സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ക്രാച്ച് ആയില്ലെങ്കിൽ അഴുക്കൊക്കെ പോകുമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടൈല് തന്നെ മൊത്തം മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കുന്നത് ടൈൽ ആസിഡ് വാഷ് ചെയ്താൽ പഴയതുപോലെ ആയി കിട്ടണേന്ന് പറഞ്ഞിട്ട്. തോന്നണില്ല, നോക്കാം. പിന്നെ പോകാനുള്ളതും വരാനുള്ളതും വഴി തങ്ങില്ലല്ലോ. പിന്നെ അതുപോലെ ഈ ഒരു സമയം കടന്നു പോകുമെന്നാണല്ലോ. നമുക്ക് കുറേ വിഷമങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് അതിൽ നമ്മളൊന്ന് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയങ്ങൾ, നമ്മൾ എത്രത്തോളം വിഷമിച്ചോ എത്രത്തോളം ബുദ്ധിമുട്ടിയോ അതിൻ്റെ ഒരു 100 ഇരട്ടിക്ക് വലിയ വിജയം നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു വിജയത്തിന് നമ്മൾ അർഹരാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാണ് ഈ ഒരു പരീക്ഷണം എന്നുള്ളതൊക്കെ. നമ്മൾ കുറേ വിഷമിക്കും, സങ്കടപ്പെടും, അതൊക്കെ മനുഷ്യ സഹജം. പക്ഷേ മറ്റൊരു വശം എന്ന് പറയുമ്പോൾ നമുക്കും വേണ്ടിയിട്ട് നല്ലൊരു ദിവസം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള, അതായത് ഒരു മനുഷ്യന് എപ്പോഴും ഏത് സമയം ഹാപ്പി ആയിരിക്കണം എന്നൊന്നുമില്ല. നല്ലോണം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും സമാധാനവും ഒക്കെ നിറഞ്ഞു തന്നെയാണ് എല്ലാവരുടെയും ജീവിതം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഉൾപ്പെടെ മുന്നോട്ട് പോവാൻ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്ക് നാഗവല്ലിയാവും, ഇടയ്ക്ക് അങ്ങനെ ശാന്ത സ്വരൂപിണിയായി, ഇനി അതായത് നിസ്സഹായ അവസ്ഥ, അങ്ങനെ പല ഭാവങ്ങളും കഴിഞ്ഞു പോയ ദിവസങ്ങളായിരുന്നു ഇത്രയും ദിവസം എനിക്കുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് അംഗീകരിച്ചു, അതായത് ഓരോ ഭാഗമായിട്ട് ഞാൻ വൃത്തിയാക്കി കൊണ്ടുവരാം, പണി തീരുന്ന സമയത്ത് തീരട്ടെ എന്നുള്ളത്. പക്ഷേ ഇതിന് ശേഷമാണ് ഇനി വലിയ വലിയ പ്രശ്നങ്ങൾ എനിക്ക് വേണ്ടി വരാനിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മൊത്തം പൈസയും കൊടുത്തിട്ട് ആകാശം നോക്കി നിൽക്കുന്ന അവസ്ഥയാണ്. മൊത്തം പൈസ അല്ല, അതിൽ കൂടുതൽ പൈസ എന്ന് പറയുന്നത്. നമുക്കൊരു കോൺട്രാക്റ്റ് തന്നിട്ട് പിന്നെ അതിൻ്റെ കൂടുതലാണെന്ന് പിന്നെ ലാസ്റ്റ് പറയുക, അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, മനസ്സിൽ ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഫിനാൻഷ്യലി എല്ലാ കാര്യം ഇപ്പോഴത്തെ ഈ കാണുന്ന എല്ലാം എൻ്റെ മാത്രം താല്പര്യം, എൻ്റെ മാത്രം സൗകര്യം നോക്കിയും ഞാൻ ചെയ്തൊരു കാര്യമായതുകൊണ്ട് അതിൽ ഒരു പൈസ ആണെങ്കിലും അതിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ ഉത്തരവാദിത്വം അത് കണ്ടെത്തേണ്ടതും എൻ്റെ മാത്രം ബാധ്യതയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറേ ടെൻഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാം റെഡിയാവുന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ രാത്രി അതിന് ശേഷമാണ് കേട്ടോ ബേബിനൊക്കെ പോയി ഉറക്കി കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പിന്നെ ഇതേ രാവിലത്തെ ലുക്കാണ്. ഇന്നത്തെ പണി എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ കാർ പോർച്ചിൽ ടൈലിടലൊക്കെയാണ്. 4-5 ദിവസം മുമ്പ് ടൈലിട്ട് തീരേണ്ടതാണ്. പക്ഷേ പണിക്കാർ വരാത്തത് കൊണ്ട് അതും പെൻഡിങ്ങിൽ നിന്നു. അപ്പോൾ ഇന്നെങ്കിലും ഇട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു, ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ, ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.